ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ഫണ്ടുകളുടെ സോഴ്സസിനെ കുറിച്ചും അതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മീനിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസും പഠിച്ചു. ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ടുഡേസ് ഫസ്റ്റ് ടോപ്പിക് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്നലെ അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ഇന്നലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ബാലൻസ് ഷീറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ലീഗലി കമ്പൽസറി അല്ല. ഫണ്ട് ഫ്ലോ പ്രിപ്പറേഷൻ എന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് ലോ പ്രകാരം നിർബന്ധമില്ലാത്ത ഒരു കേസാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കമ്പനിയിലത്തെ ഫണ്ടിനെ കുറിച്ച് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് എവിടെ നിന്നൊക്കെ ഫണ്ട് നമ്മൾ മൊബിലൈസ് ചെയ്യുന്നു, അത് എന്തെല്ലാം കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രിപ്പയർ എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അത് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് നമുക്ക് അക്കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നോ യാതൊരു എക്സ്ക്യൂസും കിട്ടില്ല. ഇത് രണ്ടും കമ്പൽസറി ഉള്ള കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൽസറി ആണ്. എവറി ഓർഗനൈസേഷൻ ഷുഡ് പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി എവറി ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അതിൽ നിന്നും അതുപോലെ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ കമ്പൽസറി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് എന്തിൽ നിന്ന് നമുക്കൊരു എക്സംഷൻ കിട്ടുന്നില്ല? ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ പ്രിപ്പറേഷനിൽ നിന്നോ യാതൊരു എക്സംഷനും കിട്ടുന്നില്ല. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. കാരണം അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒട്ടുമിക്ക കമ്പനികളും എന്താ ചെയ്യുക, നിർബന്ധമുള്ള ഈ രണ്ട് ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോയും പ്രിപ്പയർ ചെയ്യും. ഫണ്ട് ഫ്ലോ നിർബന്ധമില്ലാത്തത് കൊണ്ട് പ്രിപ്പയർ ചെയ്യില്ല. അപ്പോൾ അതാണ് ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ദെൻ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫണ്ട് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് മിസ്ലീഡിങ്. അതായത് നമ്മൾ ഇന്നലെ മീനിങ്ങിൽ പഠിച്ചു, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലാണ്. അത് ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ സാധാരണ ഫണ്ട് എന്ന് പറയുകയാണെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ, അതൊക്കെയാണ് നമ്മൾ ഫണ്ട് എന്ന് പറയുക. പക്ഷേ ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഫണ്ട് എന്ന ടേമിൻ്റെ മീനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലാണ്. അത് മിസ്ലീഡിങ് ആണ്. കാരണം അതിൽ എന്തുമാത്രം നമ്മൾ നോക്കണമല്ലോ, കറണ്ട് അസറ്റ്. നമ്മൾ സാധാരണ പഠിച്ചിരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മൾ ഡിസ്കസ് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല അതിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു മിസ്ലീഡിങ് ആണ്. ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് വർക്കിംഗ്സ് ആൻഡ് പ്രിപ്പറേഷൻ. അതുപോലെ ഫണ്ട് ഫ്ലോ പ്രിപ്പറേഷൻ അത്ര എളുപ്പമല്ല. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ, ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് തന്നെ പറയാം. അതിൻ്റെ കുറേ 4 സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വർക്കിങ്സും അക്കൗണ്ട്സും ഒക്കെ കുറേ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത്ര കോംപ്ലിക്കേറ്റഡുമാണ്, കമ്പൽസറിയുമല്ല. അപ്പോൾ ഒട്ടുമിക്ക കമ്പനികളും അത് ഫോളോ ചെയ്യില്ല. Then certain items like a provision for tax and proposed dividend can be treated either as current liability or non-current liability. It is misleading. അതായത് ചില ഐറ്റംസ്, അതായത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചില സിറ്റുവേഷനിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കും, ചില സിറ്റുവേഷനിൽ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കും. എന്താ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റി, അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റി എന്തായിരിക്കും? ലോങ് ടൈം ലയബിലിറ്റി ആയിട്ട് എടുക്കും. അതിന് ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ അതിനെ കുറിച്ച് പ്രത്യേക ഒരു ക്ലാരിറ്റി ഇല്ല. സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ അത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കും, ചിലപ്പോൾ അത് നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കും. അപ്പോൾ അതും കൺഫ്യൂസിങ് ആണ്. എപ്പോൾ നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കണം, എപ്പോൾ നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. Next one is cash flow statement is more informative and useful than fund flow statement. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു പ്രിപ്പറേഷൻ. അതായത് നമ്മൾ കമ്പൽസറി ആയ ഈ കേസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പം ഏതാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അതുപോലെ അതും ഇതിനേക്കാൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ ഇൻഫോർമേറ്റീവുമാണ്, അതുപോലെ യൂസ്ഫുള്ളുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഒരിക്കലും ഇത് പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ബാലൻസ് ഷീറ്റോടെ എക്സംഷൻ കിട്ടണില്ല. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന മീനിങ് അത് മിസ്ലീഡിങ് ആണ്. ദെൻ കുറേ പ്രിപ്പറേഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ ചില ഐറ്റംസ് നമ്മൾ ചില സമയത്ത് നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കും, ചില സമയത്ത് നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കും.
എടുക്കും. അപ്പോൾ അവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേക്കാളും നല്ലത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാണ്. അതുകൂടി കുറച്ചും കൂടി ഇൻഫോർമേറ്റീവും യൂസ്ഫുള്ളുമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ലിമിറ്റേഷനായിട്ട് വരുന്നത്. Next topic is analysis of transactions affecting or not affecting flow of fund. നമ്മുടെ കമ്പനിയുടെ ഫ്ലോ ഓഫ് ഫണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യാത്തതുമായ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതെന്താ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. അതായത് ചില ട്രാൻസാക്ഷൻസ് നടന്നാൽ നമ്മുടെ കമ്പനിയുടെ ഫ്ലോ ഓഫ് ഫണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതേസമയം ചില ട്രാൻസാക്ഷൻസ് നടന്നാൽ നമ്മുടെ കമ്പനിയുടെ ഫ്ലോനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അനാലിസിസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇഫക്റ്റിംഗ് or not affecting flow of fund. In order to prepare the fund flow statement, balance sheet items are broadly classified into 4 groups like non-current assets, non-current liability, current assets and current liability. നമ്മൾ ഫണ്ട് ഫ്ലോ പ്രിപ്പറേഷൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഐറ്റംസിന് നമ്മുടെ ബാലൻസ് ഷീറ്റിനുള്ളിൽ വരുന്ന എല്ലാ ഐറ്റത്തിനും നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, കറണ്ട് ലൈബിലിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി, കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഐറ്റത്തിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. Then non-current assets include fixed asset and long-term investment. നമ്മുടെ long-term assetsനെ വിളിക്കുന്ന പേരാണ് non-current assets എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ടും വരുന്നത് ഫിക്സഡ് അസറ്റും അതുപോലെ long-term ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. Then non-current liabilities include share capital, reserves and surplus, bonds and debentures, long-term loans, etc. Long-term non-current liability എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? long-term liability ആണ്. നമ്മൾ ഫോർ എ ലോങ് പീരീഡിലേക്കാണ് നമ്മൾ ആ ലൈബിലിറ്റി അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ പോലെയുള്ള ഒരു അണ്ടർടേക്കിംഗ് ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് നോൺ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടൈം അസറ്റ് ആണ് കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ. ദെൻ കറണ്ട് ലൈബിലിറ്റി എന്ന് വെച്ചാൽ ഷോർട്ട് ടൈം ലൈബിലിറ്റി ആണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും എഴുതിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും നമ്മൾ ബാലൻസ് ഷീറ്റ് ഐറ്റത്തിന്. പക്ഷെ അതിൽ ഒരിക്കലും ഫിക്സഡ് ലൈബിലിറ്റി എന്നോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യില്ല. ഫിക്സഡ് ലൈബിലിറ്റിക്ക് പകരം എന്താണ് യൂസ് ചെയ്യുക? നോൺ കറണ്ട് ലൈബിലിറ്റി എന്നാണ് യൂസ് ചെയ്യുക. അതുപോലെ ഫിക്സഡ് അസറ്റിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുക? നോൺ കറണ്ട് അസറ്റ്സ് എന്നാണ് വിളിക്കുക. കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ആ ടേംസ് ആണ് യൂസ് ചെയ്യുക. നോൺ കറണ്ട് ലൈബിലിറ്റീസിനും അതുപോലെ നോൺ കറണ്ട് അസറ്റ്സിനുമാണ് അത് സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ലോങ് ടൈം അസറ്റ്സ്, നോൺ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ലോങ് ടൈം ലൈബിലിറ്റി, കറണ്ട് അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈം അസറ്റ്സ്, കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ലൈബിലിറ്റി. Then flow of fund is affected only when transaction affects simultaneously both current and non-current assets in the balance sheet. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഫ്ലോ ഓഫ് ഫണ്ട് ഈസ് എഫക്റ്റഡ് ഓൺലി വെൻ എ ട്രാൻസാക്ഷൻ ഇഫക്റ്റ് സൈമൾട്ടേനിയസ്ലി ബോത്ത് കറണ്ട് ആൻഡ് നോൺ കറണ്ട് അക്കൗണ്ട്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് നോൺ കറണ്ട് അസറ്റിലേക്കും അതുപോലെ കറണ്ട് അസറ്റിലേക്കും വന്നാൽ മാത്രമേ നമ്മുടെ ഫ്ലോ ഓഫ് ഫണ്ടിനെ ഇഫക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഫ്ലോ ഓഫ് ഫണ്ട് എഫക്റ്റഡ് ഓൺലി വെൻ ദ ട്രാൻസാക്ഷൻ ഇഫക്റ്റ് സൈമൾട്ടേനിയസ്ലി ബോത്ത് കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ഒരു കറണ്ട് അസറ്റിനെയും അതുപോലെ ഒരു നോൺ കറണ്ട് അസറ്റിനെയും ഇഫക്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ? അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് 2 accounts involved are either non-current items only or current items only, working capital is not affected. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിട്ട് ആ ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റ് ഒന്നില്ലെങ്കിൽ 2 ഇഫക്റ്റും വരുന്നത് കറണ്ട് അസറ്റിന് മാത്രമാണ്, അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റിന് മാത്രമാണെങ്കിൽ എന്തുണ്ടാവില്ല? അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. ഇഫ് 2 accounts involved are either non current items only or current items only, working capital is not affected. അതെ, അപ്പോൾ മനസ്സിലായി. അതായത് നമ്മളിപ്പോൾ ഒരു ജേർണൽ എൻട്രി എഴുതുമ്പോൾ നമ്മൾ 2 എൻട്രികൾ എഴുതാറുണ്ട്. അതിൽ 2 എൻട്രികളും വരുന്നത് ഒന്നില്ലെങ്കിൽ കറണ്ട് അസറ്റ് മാത്രം, 2ഉം കറണ്ട് അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 2ഉം നോൺ കറണ്ട് അസറ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? അവിടെ വർക്കിംഗ് ക്യാപിറ്റലിന് പ്രത്യേകിച്ച് ചേഞ്ച് ഉണ്ടാവില്ല. കാരണം ഒരു കറണ്ട് അസറ്റ് കൂടി അതിന് പകരം വേറൊരു കറണ്ട് അസറ്റ് കുറഞ്ഞു. അപ്പോൾ അതിന് നെറ്റ് എഫക്റ്റിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആവുന്നില്ല. അതേസമയം ഒരു ട്രാൻസാക്ഷൻ ഇഫക്റ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റിനും മറ്റേ ട്രാൻസാക്ഷൻ ഇഫക്റ്റ് ചെയ്യുന്നത് നോൺ കറണ്ട് അസറ്റിലും ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് ഉണ്ടാവും. കാരണം ഹെഡ്സ് മാറി.
നേരത്തെ ഇപ്പോൾ സപ്പോസ് സ്റ്റോക്ക് കുറഞ്ഞു, അതിന് പകരം ക്യാഷ് കൂടി, രണ്ടും എന്തുതന്നെയാണ് കറണ്ട് അസറ്റാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിലെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മൾ നടത്തിയ ആ ട്രാൻസാക്ഷനിലത്തെ എന്തായാലും നമുക്കറിയാം, ഒരു ജേർണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് 2 അക്കൗണ്ടുകൾ ഉണ്ടാവും. അതിൽ ഒരു അക്കൗണ്ട് കറണ്ട് അസറ്റ് ആയിരിക്കണം, മറ്റേ അക്കൗണ്ട് നോൺ കറണ്ട് അസറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? അതിന് ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവുള്ളൂ, വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത്. ഇഫ് ദ 2 അക്കൗണ്ട്സ് ഇൻവോൾവ് ആർ ഐദർ നോൺ കറണ്ട് ഐറ്റംസ് ഓൺലി ഓർ കറണ്ട് ഐറ്റംസ് ഓൺലി, working capital is not affected. There is no inflow or outflow of fund. ഞാൻ നേരത്തെ പറഞ്ഞോളാം, സ്റ്റോക്ക് കുറഞ്ഞു, അതേസമയം ക്യാഷ് കൂടി, രണ്ടും കറണ്ട് അസറ്റ് ആണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം പറഞ്ഞ ഇതെന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് ഫണ്ട് ഈസ് ഇഫക്റ്റഡ് ഓൺലി എ ട്രാൻസാക്ഷൻ ഇഫക്ട് സൈമൾട്ടേനിയസ്ലി ബോത്ത് കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് അസറ്റ് അക്കൗണ്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ്. രണ്ടിലും ചേഞ്ചസ് വന്നാൽ മാത്രമേ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവുള്ളൂ. 2 ഐറ്റം ഒന്നല്ലെങ്കിൽ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് ആണെങ്കിൽ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവില്ല, വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ചസും ഉണ്ടാവില്ല. ഓക്കെ. Next point, but of the 2 accounts involved, one account is current item and the other is a non-current item. അതാണ് ഞാൻ നേരത്തെ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. അതായത് നമ്മുടെ ആ ട്രാൻസാക്ഷനിൽ വരുന്ന 2 അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് നോൺ കറണ്ട് ആയിരിക്കണം, മറ്റേത് എന്തായിരിക്കണം? കറണ്ട് അസറ്റ് ആയിരിക്കണം. എന്നാലാണ് അവിടെ എന്തുണ്ടാവുള്ളൂ? ഹെൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഇഫക്റ്റഡ്. അങ്ങനത്തെ കേസിൽ മാത്രമേ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റഡ് ആവുള്ളൂ. കാരണം അത് ഒരെണ്ണം സപ്പോസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെപ്റ്റേഴ്സും ക്യാഷും കുറയുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഡെപ്റ്റേഴ്സ് കുറഞ്ഞു, അപ്പോൾ എന്ത് കൂടി? അല്ലെങ്കിൽ സെയിൽസ് കുറഞ്ഞു, അതിനനുസരിച്ച് ഡെപ്റ്റേഴ്സ് കൂടി, അല്ലെങ്കിൽ ക്യാഷ് കൂടി. രണ്ടും കറണ്ട് അസറ്റ് ആയതുകൊണ്ട് അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം ഒരു കറണ്ട് അസറ്റും അതുപോലെ ഒരു നോൺ കറണ്ട് അസറ്റുമാണ് ചേഞ്ച് ചെയ്താൽ മാത്രമേ അവിടെ എന്തിൽ വ്യത്യാസം വരുള്ളൂ? വർക്കിംഗ് ക്യാപിറ്റലിൽ വ്യത്യാസം വരുള്ളൂ. ബട്ട് അതാണ് ഇവിടെ പറയുന്നത്, 2 അക്കൗണ്ട്സ് ഇൻവോൾവ്, വൺ ഈസ് കറണ്ട് ഐറ്റം ആൻഡ് അതർ ഈസ് നോൺ കറണ്ട് ഐറ്റം. ഹെൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എഫക്റ്റഡ്. ദർ ഈസ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടായി? വർക്കിംഗ് ക്യാപിറ്റൽ എഫക്റ്റ് ആയി, വർക്കിംഗ് ക്യാപിറ്റലിന് ചേഞ്ചസ് വന്നു. ഒന്നില്ലെങ്കിൽ അവിടെ ഇൻഫ്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് ഒരു ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് വന്നോ വന്നില്ലേ എന്ന് ടെസ്റ്റ് ചെയ്യണത്. രണ്ടും ഒരു അക്കൗണ്ട് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഒരു ടൈപ്പ് ഓഫ് അസറ്റ് ആണെങ്കിൽ അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. രണ്ടും 2 കാറ്റഗറിയിലുള്ള ഐറ്റംസ് ആണെങ്കിൽ മാത്രമേ അവിടെ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇൻഫ്ലോ ആവാം, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആവാം. അതേതായാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും, വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് വരും. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ, ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ വരിക? നമുക്ക് ബാങ്കിൽ നിന്ന് ക്യാഷ് വരുന്നു, ബാങ്കിലേക്ക് ക്യാഷ് വരുന്നു. അപ്പോൾ എന്താ ജേർണൽ എൻട്രി എഴുതാം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു. എന്ത് പേരിലാണ് നമ്മളിത് ക്രെഡിറ്റ് ചെയ്യാം? ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അതാണ് നമ്മൾ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ സാധാരണ എഴുതാറുള്ള ഒരു ജേർണൽ എൻട്രി. കാരണം ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് വരും, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ നമ്മൾ അതിന് ഡെബിറ്റ് കൊടുത്തു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ത് പേരിലാണ്? ഷെയർ ക്യാപിറ്റൽ എന്ന പേരിലാണ്. ഷെയർ ക്യാപിറ്റൽ ലൈബിലിറ്റിയാണ്, എല്ലാ ലൈബിലിറ്റികൾക്കും ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ അതിന് ക്രെഡിറ്റും കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കുക, ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കറണ്ട് അസറ്റ് ആണ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ എന്താ? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? നോൺ കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ അവിടെ എന്ത് വന്നു? ഇഫക്റ്റ് വന്നു. അതായത് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്, ദെൻ അപ്പുറത്ത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോൺ കറണ്ട് ലൈബിലിറ്റിയാണ്. അപ്പോൾ രണ്ടും 2 കാറ്റഗറിയിൽ ഐറ്റം ആയതുകൊണ്ട് അവിടെ എന്ത് വന്നിട്ടുണ്ടാവും? മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് വന്നിട്ടുണ്ടാവും. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കിപ്പോൾ ഈ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ പലപ്പോഴും കാണാറുണ്ട്. ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ട് കാണാറുണ്ട്. അത് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും? ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് അസറ്റാണ്. അസറ്റുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു പുതിയൊരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ കമ്പനിയിലത്തെ ഡെബിറ്റ് ബാലൻസ് കൂട്ടണം. അപ്പോൾ അതിന് എന്ത് കൊടുക്കണം? ഡെബിറ്റ് ബാലൻസ് കൊടുക്കണം. അപ്പോൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു. നമ്മളെങ്ങനെയാണ് കാശ് കൊടുത്തിട്ടാണ് അപ്പോൾ നമ്മളിൽ നിന്ന് ക്യാഷ് പോകുന്നു, ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ എന്താ ജേർണൽ എൻട്രി വരിക? ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ ചേഞ്ച് നോക്കുക. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റ് ആണ്, ബാങ്ക് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ചേഞ്ചസ് വന്നിരിക്കുന്നത് ഒന്ന് നോൺ കറണ്ട് അസറ്റിലും ഒന്ന് കറണ്ട് അസറ്റിലുമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും? ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടായിട്ടുണ്ടാവും, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ ആദ്യം അതിൻ്റെ ജേർണൽ എൻട്രി എഴുതുക.
ദെൻ അത് രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലാണെങ്കിൽ അവിടെ ഫ്ലോ ഓഫ് ഉണ്ടായിട്ടുണ്ടാവും, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചും ഉണ്ടായിട്ടുണ്ടാവും, നമുക്ക് എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ നേരത്തെ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് ഫിക്സഡ് അസറ്റ് വാങ്ങിയെന്ന് വിചാരിച്ചു. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം, നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിയത് റെഡി ക്യാഷിനല്ല, ഫിക്സഡ് അസറ്റിൻ്റെ ഈക്വലൻറ്റ് പ്രൈസിനുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ആ ഫിക്സഡ് അസറ്റ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, നേരത്തെ പോലെ തന്നെ ഫിക്സഡ് അസറ്റുകൾക്കൊക്കെ ഡെബിറ്റ് ബാലൻസ് കൊടുക്കണം. ഒരു പുതിയ ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ കമ്പനിയിലത്തെ അസറ്റ് കൂട്ടണം. ഫിക്സഡ് അസറ്റുകൾക്കൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ്, കൂട്ടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു. നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോണത്, നേരത്തെ ക്യാഷ് പോയപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് എഴുതി, ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോണത്, ഷെയർസ് ആണ് പോണത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, ഷെയർ ക്യാപിറ്റലിന് എഴുതണം. അപ്പോൾ അതാണ് അതിൻ്റെ ജേർണൽ എൻട്രി വരിക, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി നോക്കുക, ആ ജേർണൽ എൻട്രി നോക്കുമ്പോൾ നമുക്കറിയാം ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റും ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോൺ കറണ്ട് ലൈബിലിറ്റിയുമാണ്. രണ്ടും നോൺ കറണ്ട് ആണ്, പക്ഷെ ഒന്ന് അസറ്റും ഒന്ന് ലൈബിലിറ്റിയുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഡിബഞ്ചേഴ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. നമുക്ക് നമ്മുടെ കയ്യിൽ ഡിബഞ്ചേഴ്സ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു, ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഡിബഞ്ചേഴ്സ് എന്താണ്, ലൈബിലിറ്റീസ് ആണ്. എല്ലാ ലൈബിലിറ്റികൾക്കും എന്താണുള്ളത്, ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡിബഞ്ചേഴ്സിന് നമ്മൾ ഡെബിറ്റ് കൊടുത്തു. ദെൻ ഡിബഞ്ചേഴ്സിന് പകരം നമ്മൾ എന്താ ഇഷ്യൂ ചെയ്തേക്കുന്നത്, ഷെയർ ക്യാപിറ്റലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിബഞ്ചേഴ്സിന് ഈക്വലൻ്റ് ആയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മുടെ കമ്പനിയിലത്തെ ഷെയർസ് കൂടി. ഷെയർസ് ലൈബിലിറ്റി ആണ്, ലൈബിലിറ്റീസ് കൂട്ടണമെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ക്രെഡിറ്റും ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ +2 പഠിച്ചിട്ടാണെന്ന് എനിക്ക് ഓർമ്മയുള്ളത്, എന്നാൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് തരാം. എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ അസറ്റുകൾ കൂട്ടണമെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുക, കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാ ലൈബിലിറ്റികൾക്കും ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. ലൈബിലിറ്റി കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ നമ്മൾ ഡിബഞ്ചേഴ്സ് ആണ് ക്യാൻസൽ ചെയ്യുന്നത്, അതായത് ഡിബഞ്ചേഴ്സ് കുറയ്ക്കണം. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതങ്ങനെയാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് വന്നു. ദെൻ ഇത് ക്യാൻസൽ ചെയ്യുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ്. അപ്പോൾ എന്തുണ്ടാവും, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റലേ കൂടും. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി കൂട്ടാനായിട്ട് നമ്മളത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വന്നു, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വന്നു. ഓക്കെ, നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ തൊട്ട് മുമ്പത്തെ ജേർണൽ എൻട്രിയിൽ എന്താണ്ടായത്, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റലാണ് ജേർണൽ എൻട്രി വന്നത്. അതിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റുമാണ്, ദെൻ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോൺ കറണ്ട് ലൈബിലിറ്റിയുമാണ്. അപ്പോൾ അവിടെ എന്താണ്ടാവുക, അത് പറഞ്ഞ് നിർത്തി, ചേഞ്ച് നോക്കിയില്ല. അവിടെ നമ്മൾ ഒന്ന് നോൺ കറണ്ട് അസറ്റുമാണ്, ഒന്ന് നോൺ കറണ്ട് ലൈബിലിറ്റിയുമാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്, അസറ്റ് ആണെങ്കിൽ രണ്ട് കാറ്റഗറിയിലായിരിക്കണം. കറണ്ട് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റുമായിരിക്കണം. ലൈബിലിറ്റി ആണെങ്കിൽ കറണ്ട് ലൈബിലിറ്റിയും നോൺ കറണ്ട് ലൈബിലിറ്റിയും ആയിരിക്കണം. ഒന്ന് അസറ്റും ഒന്ന് ലൈബിലിറ്റിയും ആവാനായിട്ട് പാടില്ല. അവിടെ അതുണ്ടായത്, ഒന്ന് നോൺ കറണ്ട് അസറ്റുമായി, രണ്ടാമത്തത് നോൺ കറണ്ട് ലൈബിലിറ്റിയുമായി. അപ്പോൾ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. ദെൻ ഇപ്പോൾ പറഞ്ഞത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, അതെന്താണ്, രണ്ടും നോൺ കറണ്ട് ലൈബിലിറ്റിയാണ്. അതല്ലേ, ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്, അത് നോൺ കറണ്ട് ലൈബിലിറ്റിയാണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ് ടേം ആണ്, നോൺ കറണ്ട് ലൈബിലിറ്റിയാണ്. അപ്പോഴും അവിടെ എന്തുണ്ടാവില്ല, ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. നെക്സ്റ്റ് വൺ, ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ ഗുഡ്സ് വിറ്റത് ക്രെഡിറ്റിനാണ്. എങ്ങനെയാണ്, അപ്പോൾ ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ ആരാണ് ഉണ്ടാവുക, ഗുഡ്സ് വിൽക്കുമ്പോൾ നമുക്ക് വരുന്ന ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സ് എന്താണ്, അസറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് കൂടും. ഡെപ്റ്റേഴ്സ് കൂടണമെങ്കിൽ, അസറ്റ് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്റ്റേഴ്സിന് ഡെബിറ്റ് കൊടുക്കണം. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എന്താണ് കൊടുക്കുന്നത്, സെയിൽസ് ആണ്. സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സും കറണ്ട് അസറ്റ്, സെയിൽസും കറണ്ട് അസറ്റ് ആയതുകൊണ്ട് അവിടെയും ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. മനസ്സിലായില്ലേ, നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ ഡെപ്റ്റേഴ്സ് കൂടി, ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്, അസറ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ദെൻ വിൽക്കുന്നതിന് ടു സെയിൽസ് ആണ്. ഈ ഡെപ്റ്റേഴ്സും കറണ്ട് അസറ്റ് ആണ്, സെയിൽസ് അല്ലെങ്കിൽ സ്റ്റോക്കും എന്താണ്, കറണ്ട് അസറ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് അവിടെയും എന്തുണ്ടാവില്ല, ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. നെക്സ്റ്റ് ജേർണൽ എൻട്രി, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ ഗുഡ്സ് വിൽക്കുന്നു, ഗുഡ്സ് പർച്ചേസ് ചെയ്യണു, ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് വരുമ്പോൾ ആരാണ് വരിക, സൺട്രി ക്രെഡിറ്റേഴ്സ് വരും. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണ്, ലൈബിലിറ്റി ആണ്. ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സ്
കൂടി, അതായത് ലൈബിലിറ്റി കൂടി. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ക്രെഡിറ്റ് ബാലൻസ് കൊടുക്കണം. നമ്മൾ എന്താണ് ചെയ്തത്? പെർച്ചേസ് ആണ് ചെയ്തത്. അപ്പോൾ ജേർണൽ എൻട്രി വരിക പെർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്. ഇനി നോക്കുക, പെർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റോക്കാണ്. പെർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് കൂടി, അത് കറണ്ട് അസറ്റ് ആണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഫ്ലോ ഓഫ് ഫണ്ട് അവിടെ ഉണ്ടാവുന്നില്ല. ദ വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. കാരണം ഒന്ന് കറണ്ട് അസറ്റും ഒന്ന് കറണ്ട് ലയബിലിറ്റിയുമാണ്. അപ്പോൾ അവിടെയും മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ഉണ്ടാവുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. നെക്സ്റ്റ് വൺ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. എന്താണ്? ക്യാഷ് നമുക്ക് റിസീവ് ചെയ്തു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താ? ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടിയപ്പോൾ അത്രയ്ക്ക് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് നമ്മുടെ കുറഞ്ഞു. അതായത് ഇത്രയും നാളാവുന്ന ഡെപ്റ്റേഴ്സ് ആയിരുന്നു, അവർ നമുക്ക് കാശ് തരാനുണ്ടായിരുന്നു. അവർ കാശ് തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ കുറയ്ക്കണം. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ്സ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു ഡെപ്റ്റേഴ്സ് എഴുതി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് എഴുതി. നോക്കുക, രണ്ടും എന്താണ്? കറണ്ട് അസറ്റ് ആണ്. അതുകൊണ്ട് അവിടെ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. ദെൻ ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ക്യാഷ്. നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്ത് നമ്മുടെ സെറ്റിൽമെൻ്റ് ഒക്കെ അവസാനിച്ചു. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് എന്താണ്? ലൈബിലിറ്റി ആണ്. ഇവിടെ ക്യാഷ് കൊടുത്തപ്പോൾ അത്രയ്ക്ക് ലൈബിലിറ്റി എമൗണ്ട് കുറഞ്ഞു. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു, നമ്മൾ എന്താ കൊടുത്തത്? ക്യാഷ് ആണ് കൊടുത്തത്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അപ്പോൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതി. ഇനി അത് നോക്കുക, സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ലൈബിലിറ്റിയും ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റുമാണ്. അപ്പോൾ അവിടെയും എന്തുണ്ടാവില്ല? ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. നെക്സ്റ്റ് പോയിന്റ്, ക്രെഡിറ്റേഴ്സ് ആർ ഇഷ്യൂഡ് ബിൽസ് പേയബിൾ. നമുക്ക് ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ബിൽസ് പേയബിൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ബിൽസ് പേയബിൾ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു. അപ്പോൾ ബിൽസ് പേയബിൾ കൂടി. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ലൈബിലിറ്റി ആണ്. അപ്പോൾ നമ്മുടെ ലൈബിലിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ബിൽസ് പേയബിൾ ക്രെഡിറ്റ് ചെയ്യണം. ബിൽസ് പേയബിൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് കുറഞ്ഞിട്ടുണ്ടാവും? ക്രെഡിറ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ. ഈ ക്രെഡിറ്റേഴ്സിനെ ഒന്നും കൂടി ഡോക്യുമെൻറ്റേഷൻ ആക്കുമ്പോഴാണ് അത് ബിൽസ് പേയബിൾ ആവുന്നത്. അപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് നമ്മൾ ബിൽസ് പേയബിൾ ഇഷ്യൂ ചെയ്തപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു. ക്രെഡിറ്റേഴ്സ് കുറയണമെങ്കിൽ, ലൈബിലിറ്റി ആണ് ക്രെഡിറ്റേഴ്സ്, അത് കുറയ്ക്കണമെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ജേർണൽ എൻട്രി വരിക? സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ. ഓക്കെ, അപ്പോൾ അതാണ് ജേർണൽ എൻട്രി വരിക. ഇനി നോക്കുക, സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ലൈബിലിറ്റി ആണ്. അതുപോലെ ബിൽസ് പേയബിൾ എന്ന് പറയുന്നതും കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് സെയിം, രണ്ടും സെയിമിലാണ്, സെയിം കാറ്റഗറിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ഉണ്ടാവുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് 9 എക്സാമ്പിളുകൾ കഴിഞ്ഞു. ഇനി 3 കൂടി ഉണ്ട്. നെക്സ്റ്റ് ജേർണൽ എൻട്രി, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഷെയർസ് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കൂടും. പുതിയ ഷെയർസ് നമ്മുടെ കമ്പനിയിലേക്ക് വരും. ഷെയർ ക്യാപിറ്റൽ കൂടണമെങ്കിൽ, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഷെയർ ക്യാപിറ്റലിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു. ദെൻ നമ്മളിത് ഏതിൽ നിന്നാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക? നമ്മുടെ റിസർവ്സും സർപ്ലസിൽ നിന്നാണ് നമ്മൾ സാധാരണ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഈക്വലൻ്റ് എമൗണ്ട് നമ്മൾ റിസർവിൽ നിന്നും സർപ്ലസിൽ നിന്നും എടുക്കും. അപ്പോൾ റിസർവും സർപ്ലസും കുറയും. അതിൽ നിന്ന് എടുക്കുമ്പോൾ അത് കുറഞ്ഞു. റിസർവ്സും സർപ്ലസും ലൈബിലിറ്റിയാണ്. അത് കുറയ്ക്കണമെങ്കിൽ അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ എന്തായിരിക്കും ഇഷ്യൂ ഓഫ് ബോണസ് ഷെയറിന് ജേർണൽ എൻട്രി വരിക? റിസർവ്സ് ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇനി നോക്കുക, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേം ലൈബിലിറ്റി ആണ്. അപ്പോൾ നോൺ കറണ്ട് ലൈബിലിറ്റി ആണ്. അതുപോലെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതും നോൺ കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. നമ്മുടെ ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, ഈ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറയുമ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അത് നമ്മൾ എഴുതിത്തള്ളി. അപ്പോൾ അസറ്റ് എഴുതിത്തള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില കുറയ്ക്കണം. അസറ്റിന് വില കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് എന്ന് പറയുന്ന എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. അത് കുറയ്ക്കണമെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗുഡ് വില്ല് ക്രെഡിറ്റ് ചെയ്തു. ഇത് എഴുതി തള്ളാനുള്ള എമൗണ്ട് എവിടെ നിന്ന് കിട്ടുക? നമ്മൾ നേരത്തെ പറഞ്ഞോളാം, പി എൻ എൽ അക്കൗണ്ട് അല്ലെങ്കിൽ റിസർവിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം പി എൻ എൽ അക്കൗണ്ടിൽ നിന്ന് എഴുതുന്നുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർവ്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എഴുതി പി എൻ എൽ അക്കൗണ്ട് ഡെറ്റർ ടു
ഗുഡ് വിൽ. ഓക്കെ, ഇനി ഇത് രണ്ടും എന്താണ്? നോൺ കറണ്ട് അസറ്റ് ആണ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റ് ആണ്. P&L അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ നമുക്കത് ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവണില്ല. വർക്കിംഗ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. ഓക്കെ, ഇത് പ്രോബ്ലമായിട്ട് വരില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണിത്. നമ്മുടെ കമ്പനിയുടെ ഫണ്ടിൻ്റെ ഫ്ലോനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതുക. ദെൻ അതിലെ 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അത് രണ്ടും നോൺ കറണ്ട് അസറ്റ്, ഒന്ന് നോൺ കറണ്ട് അസറ്റും ഒന്ന് കറണ്ട് അസറ്റും ആണെങ്കിൽ നമ്മളവിടെ ഫണ്ട് ഫ്ലോ ഉണ്ടെന്ന് എഴുതും. അല്ലെങ്കിൽ ഒന്ന് കറണ്ട് ലയബിലിറ്റിയും രണ്ടാമത്തത് നോൺ കറണ്ട് ലയബിലിറ്റിയും ആണെങ്കിൽ അവിടെയും ഫ്ലോ ഉണ്ടെന്ന് എഴുതും. അതേസമയം ഒന്ന് കറണ്ട് അസറ്റും മറ്റേത് നോൺ കറണ്ട് ലയബിലിറ്റിയും ആണെങ്കിൽ അവിടെ അത് എഴുതാനായിട്ട് പാടില്ല. അതുപോലെ രണ്ടും സെയിം കാറ്റഗറി ഒന്ന്, അല്ലെങ്കിൽ രണ്ടും കറണ്ട് അസറ്റ് അല്ലെങ്കിൽ രണ്ടും നോൺ കറണ്ട് അസറ്റ് അങ്ങനെ വരാണെങ്കിലും അവിടെ എന്തുണ്ടാവില്ല? ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് നോക്കുക, രണ്ടും 2 ഹെഡിലാണോ? അസറ്റ് ആണെങ്കിൽ ഒന്ന് നോൺ കറണ്ടിലും വേണം, ഒന്ന് കറണ്ടിലും വേണം. ലയബിലിറ്റി ആണെങ്കിൽ ഒന്ന് നോൺ കറണ്ടിലും വേണം, ഒന്ന് കറണ്ടിലും വേണം. അത് നോക്കുക. അങ്ങനെ രണ്ടും 2 കാറ്റഗറിയിലാണ് കിടക്കണമെന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടാവും? മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്ന സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. നമ്മൾ ഫുൾ തിയറി കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. അത് നമ്മൾ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 4 സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തത് പ്രിപ്പയറിംഗ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മളൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. ആ ഷെഡ്യൂളിൻ്റെ പേരാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രിപ്പയറിംഗ് ഓൾ നോൺ കറണ്ട് അക്കൗണ്ട്സ് ടു അസർട്ടൈൻ ദ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നോൺ കറണ്ട് അക്കൗണ്ട്സുകളുടെ അസറ്റ്സ് ആയാലും ശരി ലയബിലിറ്റി ആയാലും ശരി അതിൻ്റെ ഒക്കെ അക്കൗണ്ടുകൾ വരയ്ക്കലാണ്. എന്നാലാണ് നമുക്ക് ഇൻഫ്ലോ ആണോ വരവാണോ ചെലവാണോ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്ന എല്ലാ നോൺ കറണ്ട് അക്കൗണ്ടുകളും വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കാൽക്കുലേറ്റിംഗ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫോർ കറണ്ട് ഇയർ. ദെൻ അടുത്ത ചെയ്യേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. നമ്മുടെ ഓപ്പറേഷൻ ബിസിനസ് ഓപ്പറേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഫണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പയറിംഗ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അവസാനമായിട്ട് നമ്മൾ എന്തുകൊണ്ട് വരയ്ക്കും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. അത് പ്രകാരം നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ ഒരു ഷെഡ്യൂളാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുക. സെക്കൻഡ് വൺ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോൺ കറണ്ട് അക്കൗണ്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഇത് വേണമെങ്കിൽ മൊത്തത്തിൽ ഒരു essay ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പലതവണ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റെപ്പായ പ്രിപ്പയറിംഗ് എ ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്ക് മാത്രം ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഇത് 4 കൂടി വരുന്ന ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ വരയ്ക്കാനും പറയും. ഓക്കെ, താങ്ക് യു.